ജീവിതത്തിലെങ്ങും എത്തിയില്ല. +2 കഴിഞ്ഞിട്ട് താഴോട്ടാ പോയെ. +2 കഴിഞ്ഞിട്ട് മേപ്പോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഈ അമ്മ മരിക്കുന്നത്. അതിന് അവർ നേർച്ച കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ അത് പൊട്ടിപ്പോകും. എന്നിട്ട് ഇവന്റെ തല എടുക്കാൻ പോവാ. ഇവൻ രക്ഷപ്പെട്ടു വരാൻ പോവാ. പരിശുദ്ധാത്മാവ മോനെ, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ യേശു നിന്നെ വിടുവിക്കാൻ പോവാ. 37 വയസ്സുള്ള നിനക്ക് വേണ്ടി യേശു ഇന്ന് രാവിലെ ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. നമ്മുടെ 37ാമത്തെ വയസ്സിൽ നിന്റെ കല്യാണം മേടിക്കും. ഇവന്റെ അമ്മ, ഈ മോന്റെ അമ്മയാരാ? അമ്മയ്ക്ക് ഇവനെ കുറിച്ച് ഭയങ്കര സങ്കട. ഈ കൊച്ചെങ്ങും എത്തിയിട്ടില്ല. എന്നോട് കർത്താവ് പറയുക, ഇവന്റെ ജീവിതം ദൈവം റെഡിയാക്കാൻ പോവാ. ഇവൻ പഠിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ല. ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ഇൻകംപ്ലീറ്റ് ആണ് നിന്റെ ജീവിതത്തിനകത്ത്. ജീവിതത്തിലെങ്ങും എത്തിയില്ല. +2 കഴിഞ്ഞിട്ട് താഴോട്ടാ പോയെ. +2 കഴിഞ്ഞിട്ട് മേപ്പോട്ട് പോകാൻ പറ്റിയില്ല. സത്യം, എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. നിന്റെ അമ്മയ്ക്കൊരാഗ്രഹമുണ്ട്. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നിന്റെ കല്യാണം കാണണം. നിന്നോട് ഞാൻ പ്രവചനം പറയുക, നിന്റെ കല്യാണം ഈ വർഷം നടക്കാൻ പോവാ. 37 വയസ്സുള്ള നിനക്ക് വേണ്ടി യേശു ഇന്ന് രാവിലെ ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ആ 2 കരങ്ങളും അടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. നീ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളാണ്. യേശുവിന് വേണ്ടി ജീവിക്കുമോ? ജീവിക്കും. നീ ഇന്ന് മാറും കേട്ടോ. കല്യാണം കഴിക്കണമെന്നില്ലയോ? ഉണ്ട്. കാശില്ല, നല്ല ജോലിയില്ല. +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? നിങ്ങൾ കേട്ടോ, 10ലും +2നും ഡിസ്റ്റിങ്ഷൻ മാർക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളായിരുന്നു. അവിടെ നേരെ താഴോട്ട് വന്നു. പിന്നെ എങ്ങും പഠിച്ചില്ല, ഒന്നും പൂർത്തീകരിച്ചില്ല. അതും തീർന്നില്ല. വണ്ടി എടുത്തോ? രക്ഷപ്പെടണോ? അമ്മയ്ക്ക് പിന്നെ കല്യാണം കാണണോ? വസ്തുവിലൊരു പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ കാതി പറയും. പ്രശ്നം എന്തുവാ? അത് വർഷങ്ങൾക്ക് പുറകിലുള്ള പ്രശ്നമാണ്. ഇവൻ ആൺതലമുറ, ഇവൻ്റെ സന്താനം അത് ഉണ്ണരുതെന്ന് പറഞ്ഞ് കെട്ടി നിൽക്കുന്ന ഒരു ആധിപത്യ. പക്ഷെ ഇന്ന് രാവിലെ ഈ 37 വയസ്സുകാരൻ്റെ ജീവിതം മാറും. അവനെ ദൈവം അടിമുടി മാറ്റും. ഒന്ന് കൈയടിച്ച് ആദരം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളും കൂടെ അല്പ മിനിറ്റുകൾ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. ഇവരുടെ കുടുംബം ഇന്ന് രാവിലെ രക്ഷപ്പെടുന്ന പോലെ. നിങ്ങൾ ഈ താമസിക്കുന്ന വീടിൻ്റെ ഈ വസ്തുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വസ്തു കിടപ്പുണ്ടോ? അത് നിങ്ങളുടെ ആരുടെയാ? ആളും മരിച്ചുപോയോ? ഇതിൻ്റെ ആ അപ്പച്ചൻ മരിച്ചുപോയി. അമ്മച്ചിയുണ്ടോ? അമ്മച്ചിയും മരിച്ചുപോയി. ആ അമ്മച്ചിക്ക് നിങ്ങളോടൊരു ദേഷ്യമുണ്ട്. അതെന്തുവെന്നറിയോ? ഈ വസ്തു അവർക്ക് കിട്ടാതിരിക്കാൻ എന്തൊക്കെയോ നിങ്ങൾ ചെയ്തു എന്ന് അവിടെ മനസ്സിലുണ്ട്. ഈ മരിച്ചുപോയ അമ്മച്ചിക്ക് സത്യം ഈ ഒരു സാധനം സത്യത്തിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ അകത്ത് ഈ ആലാഹം കിടക്കുക. അവർ ഈ അലാഹത്തോടാ ചത്തുപോയേ. അതുകൊണ്ട് അവര് നേർന്നിട്ടുണ്ട്, ഇവനൊന്നും ആകരുത്, ഇവൻ രക്ഷപ്പെടരുതെന്ന്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ആ കെട്ടു പൊട്ടിപ്പോകാൻ പോവാ. ആ വസ്തു ഇപ്പൊ ആടെ പേര് കിടക്കുക, വല്യപ്പച്ചന്റെ പേര് കിടക്കുക. അത് പേര് കൂട്ടാൻ പറ്റിയില്ല. ഈ അമ്മച്ചിയുടെ വിചാരം എന്നാണെന്നറിയോ? ഈ അമ്മച്ചിയുടെ ചിന്ത, നിങ്ങൾ അതിനകത്ത് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അമ്മച്ചിക്കൊരു വിചാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ അമ്മ മരിക്കുന്നത് കേട്ടോ. അതിന് അവർ നേർച്ച കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ അത് പൊട്ടിപ്പോകും. എന്നിട്ട് ഇവന്റെ തല എടുക്കാൻ പോവാ.
ഇവൻ രക്ഷപ്പെട്ടു വരാൻ പോവാ. പരിശുദ്ധാത്മാവ മോനെ, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ യേശു നിന്നെ വിടുവിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഈ രാവിലെ ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ അത്ഭുതത്തിന്റെ കലവറ ഈ കുടുംബത്തിനകത്ത് ഇറങ്ങി വരാൻ പോവാ. അമ്മേ, ഞാൻ അമ്മയോടൊരു പ്രവചനം പറയുക. ഇവൻ സുവിശേഷകനാവും, ഇവൻ യേശുവിന്റെ ആളാകും, ഇവൻ യേശുവിന്റെ സാക്ഷിയായിട്ട് നിൽക്കും, ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വമായിട്ട് മാറും. മോനെ, ഞാനിപ്പോ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ആ വസ്തുവിന്റെ കെട്ടുപൊട്ടിപ്പോ. ഇന്ന് ദൈവം അതിനകത്തൊരു മാറ്റേ. എന്തായാലും ഇവന് വിടുതൽ നടക്കണം. ഇന്ന് ഇവൻ വിവാഹം കഴിക്കണം. ഈ കുഞ്ഞ് അത്ഭുതമായിട്ട് മാറണം. നിങ്ങൾ കേട്ടെ, മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നവനാ. അവന് ഡിസ്റ്റൻഷൻ കിട്ടുമെന്നാ പ്രതീക്ഷ. കിട്ടിയത് ഫസ്റ്റ് ക്ലാസ്സാ അല്ലേ? അവിടെ തൊട്ട് അവൻ്റെ ഗ്രാഫ് കീപ്പോട്ട് പോയി. ഫസ്റ്റ് ആയിരുന്നു. നിങ്ങൾ കേട്ടോ, ആ ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥി. അവൻ പഠിച്ച ക്ലാസ്സിൽ എല്ലാത്തിനും ടോപ്പായിരുന്നു. പക്ഷെ 1.5 കൊല്ലമേ ആ ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ പോയില്ല. തോറ്റുപോയി. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഒരു ചരിത്രം ഒരു കൊച്ചിൻ്റെ. മോനെ, ഇന്നീ കെട്ട് മാറും. നിനക്ക് 37 വയസ്സാവുമ്പോൾ, നമ്മുടെ 37ാമത്തെ വയസ്സിൽ നിന്റെ കല്യാണക്കുറി അടിക്കും. കല്യാണക്കുറി ഞാൻ എലോഹിമി പൊക്കി പിടിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളൊന്ന് കൈയടിച്ച് ആദരം ഒന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും കൂടെ അല്പമിനിറ്റുകൾ ആ കൈ ഒന്നടിച്ച് ആദരം ഒന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം കൂടെ അല്പമിനിറ്റുകളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഇവരുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാവിലെ ഉണ്ടായി വരാൻ തുടങ്ങുക. ചില കണ്ണുനീരുകളെ ദൈവം മാറ്റാൻ പോവാ. ചില ദൈവ പ്രവർത്തികൾ ഇവിടെ കൂടാരത്തിൽ ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവം വെളിപ്പെടുത്തി തരാൻ പോകുകയാ. കൈയൊന്നടിച്ച് ആദരവൊന്ന് തുറന്ന്. നിങ്ങള് വസ്തു വാങ്ങിക്കുമ്പം, വീട് വാങ്ങിച്ച് താമസിക്കുമ്പം ഒക്കെ അഭിഷേകമുള്ള ഒരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. എന്ത് ചെയ്യുന്നതിന് മുമ്പും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടേ ചെയ്യാവൂ. നിങ്ങളൊന്ന് കേട്ടെ, 37 വയസ്സായി എത്തിയില്ലെങ്കും എടാ നമ്മൾ കെട്ടും ഈ വർഷം. നിങ്ങൾ രാമീൻ പറഞ്ഞു. ഞാനിപ്പോൾ ഇത് പ്രാർത്ഥിക്കാൻ പോവാ. ഈ കെട്ടിന്ന് പൊട്ടിപ്പോവും. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? ശരി, ഈ 65ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കാണും. എടാ, നീയും അമ്മയും കൂടെ ചേരത്തില്ല. നീ പറയുന്ന അമ്മയ്ക്കും അമ്മ പറയുന്ന നിനക്കും പിടിക്കത്തില്ല. സത്യം പിടിക്കുകയില്ല. ഇല്ല, അപ്പടി വഴക്കാം. നീ തള്ള പറയുന്നു നീ ഭയങ്കര പിശുക്കനാ. അന്നു ഒന്നും കൊടുക്കുകയില്ല, എല്ലാം നിന്റെ കയ്യിലാ. തള്ളയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ കാശ് കൊടുക്കുകയില്ല. നീ ഭയങ്കര പിശുക്കനാ. നിങ്ങൾ കൈയടിച്ചൊരു സ്വോത്രം പറ. നിനക്കെല്ലാം, നീ ആർക്കും കൊടുക്കത്തില്ല, എല്ലാം നിന്റെ കയ്യിലുണ്ട്. നിന്റെ കയ്യിൽ കേട്ടോ. നിന്റെ അമ്മയ്ക്ക് നിന്നോട് ഭയങ്കര സ്നേഹ കേട്ടോ. നിന്റെ എല്ലാം നിനക്ക് 100 രൂപ കിട്ടിയാൽ നീ 150 രൂപ സേവ് ചെയ്ത് വെക്കും. സത്യം, കറക്റ്റാ. ഇന്ന് രാവിലെ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ വസ്തുവിന്റെ കെട്ടുപൊട്ടിപ്പോ. നീ മിടുക്കനായിട്ട് പഠിക്കും. നല്ല ഡിഗ്രി ഉള്ളൊരു പെൺകൊച്ച് നിന്റെ വീട്ടിൽ വരും. നിന്റെ ചെവിയുടെ പൊക്കമുള്ളൊരു പെൺകുട്ടി നിന്റെ വീട്ടിൽ വരും. അതൊരു സുന്ദരി പെൺകുട്ടി. അത് ദൈവം നിനക്ക് ഒരുക്കി തരുന്ന അത്ഭുതത്തിന്റെ നന്മയായിരിക്കും. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് കർത്താവിനൊന്ന് നന്ദി കൊടുക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവിനൊന്ന് നന്ദി കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചോ. ഈ വീടിന്ന് രാവിലെ രക്ഷപ്പെടാൻ പോവാ. ഇവിടെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന സകല കടുങ്കെട്ടുകളും ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എന്റെ ദൈവം അതിനെ എടുത്തു കളയാൻ പോകുകയാ. യേശുവിന്റെ മഹത്വത്തിന്റെ അത്ഭുതം ഈ കൂടാരത്തിന്റെ അകത്ത് ഇന്ന് രാവിലെ വെളിപ്പെടുന്നത് പോലെ ഈ കുടുംബത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. നീ കരയുന്നത് ദൈവം കേൾക്കുന്നില്ലെന്ന് നിനക്കൊരു തോന്നലുണ്ട്. ദൈവം നിന്നോട് ദൂത് പറയുക, നിന്റെ കരച്ചില് ദൈവത്തിന്റെ അടുത്തുണ്ട്. 2026 എന്ന വർഷം നിന്റെ കുടുംബത്തിന്റെ അത്ഭുതത്തിന്റെ വർഷമാണ്. നിന്റെ വീട്ടിൽ നിന്ന് ഒരു ശക്തി ഇറങ്ങിപ്പോകുന്ന പോലെ
അമ്മച്ചി, ഒരു വെളിപ്പാടും കൂടെ ഞാൻ കാണുക. അമ്മച്ചിയുടെ ഭർത്താവ് യേശുവിലേക്ക് വരും. ഏത് പള്ളിയിലാ പോന്നേ? പുള്ളി ഓർത്തഡോക്സ് പള്ളിയിലാ. ഓർത്തഡോക്സ് പള്ളിയിലെ അച്ചാനെ നമ്മൾ സ്ഥാനപ്പെടുത്തും. നിങ്ങൾ കൈയടിച്ച് ദൈവത്തിന് ഒരു ആമേൻ പറ. എടാ, അച്ചാൻ വരും. അച്ചാൻ യേശുവിന് വേണ്ടി നിൽക്കും. അച്ചാനെ നിങ്ങളെല്ലാം യേശുവിന് വേണ്ടി നിൽക്കും. അതിന്റെ തുടക്കം ഇന്ന് രാവിലെ കർത്താവ് ചെയ്യാൻ പോവാ.